ഹലോ ഗൈസ്, നിങ്ങളറിഞ്ഞോ നമ്മുടെ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു. അറിഞ്ഞിട്ട് ഓടി അങ്ങോട്ട് ചെല്ലാൻ മാത്രമുള്ള അതിന് മാത്രം സന്തോഷമുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. രാവണപ്രഭുവിൻ്റെ ക്ലൈമാക്സിൽ മോഹൻലാൽ മറ്റേ കത്തി അമർന്ന് കിടക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ബോഡിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ഇന്നസെൻ്റ് കെട്ടിപ്പിടിച്ചിട്ട് പറയുമല്ലോ, ഇത്രയേ കിട്ടിയുള്ളൂ നമുക്ക് എന്ന് പറയാനായിട്ട് അങ്ങനെ നീലകണ്ഠൻ ഉപയോഗിച്ചിരുന്ന ആ മാല എടുത്ത് കൈ കൊടുക്കൂലേ, ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ്. വളരെ കുറച്ച് അവാർഡുകളാണ് നമുക്ക് കിട്ടിയത്, ബാക്കിയൊക്കെ പലതും കോമഡി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. സോ നിങ്ങൾ ചിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവാർഡുകൾ ആർക്കൊക്കെയാണ് കിട്ടിയതെന്ന് പറയാം. പക്ഷേ അതിനു മുമ്പ് മനസ്സറിഞ്ഞ് വലിയ സന്തോഷങ്ങളിൽ ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് കിട്ടിയ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. ഷെയ്ഡാണ്, അദ്ദേഹത്തിനോടൊപ്പം മറ്റൊരാൾക്ക് കൂടിയുണ്ട്. പക്ഷേ മമ്മൂക്കയ്ക്ക് ഇത്തവണ മികച്ച നടനുള്ള ചലച്ചിത്ര പുരസ്കാരം കിട്ടുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുള്ള അഭിനേതാക്കൾ എന്ന് പറയുമ്പോൾ അമിതാഭ് ബച്ചനും മമ്മൂക്കയും തന്നെയാണ്. അവർ രണ്ടുപേരും നാല് തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ മികച്ച നടനുള്ളത് സ്വന്തമാക്കി കഴിഞ്ഞു. മമ്മൂക്ക ഇപ്പോഴും ഫുൾ ഓൺ പെർഫോമൻസിലാണ് പോകുന്നത്. സോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയ ആൾ എന്ന് പറയുന്ന ഒരു റെക്കോർഡ് ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് വരാൻ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബ്രഹ്മയുഗത്തിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനാണ് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അത് കിട്ടിയിട്ടില്ലെങ്കിലാണ് ഇവിടുത്തെ അത്ഭുതം എന്ന് പറയുന്നത്. പക്ഷേ അതിനേക്കാൾ അത്ഭുതകരമായ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പിന്നെ മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള മറ്റ് നേട്ടങ്ങളുണ്ട്. നമുക്ക് അവാർഡുകളും അത് നേടിയിട്ടുള്ള ആളുകളുടെ പേരുകളും ഒക്കെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. മികച്ച ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന സിനിമയാണ്. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പുരസ്കാരമായിരുന്നു എന്ന് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ആ സിനിമയിലെ തന്നെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം യാമി ഗൗതത്തിന് കിട്ടുന്നത്. യാമി ഗൗതം നമ്മുടെ ദുരന്തർ എടുത്തിട്ടുള്ള സംവിധായകൻ്റെ ഭാര്യയാണ്. ആൻഡ് അവർ മലയാളത്തിലാണ്, അവരുടെ ഫസ്റ്റ് പടം മലയാളത്തിലാണോ എന്ന് എനിക്കറിയില്ല. ഹീറോ പൃഥ്വിരാജിനോടൊപ്പം പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്. നല്ല പെർഫോമറാണ്. പക്ഷേ ഈ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നൊരു ഫാക്ടർ വരുന്ന സമയത്ത് സ്വാഭാവികം എന്ന് പറയാനായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ആൻഡ് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം മമ്മൂക്കയ്ക്കൊപ്പം പങ്കുവെക്കുന്നത് കാർത്തിക് ആര്യനാണ്. ചന്തു ചാമ്പ്യൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ആ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. ചന്തു ചാമ്പ്യൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പുരസ്കാരങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ബ്രഹ്മയുഗത്തിനോടൊപ്പം ആ വർഷം ഇറങ്ങിയ മറ്റ് സിനിമകളിൽ ഏതൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളത് ചന്തു ചാമ്പ്യൻ എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ തന്നെ അതിൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെ എടുത്ത് നോക്കേണ്ടി വന്നു. നല്ലൊരു റിവ്യൂ തന്നെയാണ് ആ സമയത്തും കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും അർഹിച്ച കയ്യിലേക്ക് തന്നെ പുരസ്കാരം എത്തിയെന്ന് നമുക്ക് വിചാരിക്കും. ഇവരെല്ലാവരും അർഹിക്കുന്നവർ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ പൊളിറ്റിക്കൽ സൈഡ് ഇതിൽ പലതിലും കാണാൻ പറ്റുമ്പോൾ, അതുപോലെ ചില സിനിമകൾ ആ സിനിമകൾ എന്താണ് സ്പ്രെഡ് ചെയ്യാൻ നോക്കിയത് എന്നൊക്കെയുള്ളത് നോക്കി കാണുമ്പോൾ നമുക്ക് ഇതിനകത്തെ ആ പൊളിറ്റിക്കൽ സാധനം കാണാൻ പറ്റുന്നതുകൊണ്ടാണ്. ആൻഡ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം കിട്ടുന്നത് അമരൻ എന്ന സിനിമയിലൂടെ രാജ്കുമാർ പെരിയസ്വാമിക്കാണ്. മികച്ച സഹനടനുള്ള പുരസ്കാരം ഹിന്ദിയിലേക്കാണ് പോകുന്നത്. സഞ്ജയ് മിശ്രയ്ക്കാണ് അത് കിട്ടുന്നത്. ഭക്ഷക് എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം അത് സ്വന്തമാക്കുന്നത്. മികച്ച സഹനടി 2 പേർക്കാണ് ആ പുരസ്കാരം കിട്ടുന്നത്. അതിൽ രൂപശ്രീ വർക്കാടിയുണ്ട്, കന്നഡ അഭിനേത്രിയാണ്, മിഥ്യ എന്ന് പറയുന്ന സിനിമയിലൂടെ. ആൻഡ് സജന നാമിദാസ് എന്ന് പറയുന്ന അഭിനേത്രി മഹാരാജ എന്ന് പറയുന്ന തമിഴ് സിനിമയിലെ പെർഫോമൻസിലൂടെയും അത് സ്വന്തമാക്കി. ഇതിൽ മഹാരാജയാണ് നമ്മൾ കണ്ടിട്ടുള്ള സിനിമ. മിഥ്യ കന്നഡയിലാണ്, ഞാൻ കണ്ടിട്ടില്ല. കണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് രൺദീപ് ഹുഡയ്ക്കാണ്. ഹിന്ദിയിലെ സ്വതന്ത്ര വീർ സവർക്കർ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ആ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത്. ഹിന്ദിയിലടക്കം വേറെ പുതുമുഖ സംവിധായകരാരും ആ വർഷം വന്നിട്ടില്ലേ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിയപ്പോൾ പിന്നെ കാടടച്ച് കുറ്റം പറയാന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. രൺദീപ് ഹുഡ ആ സമയത്ത് ബോളിവുഡിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകൾ ഇടുകയും അദ്ദേഹം ഇൻ്റർവ്യൂസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇനി നമുക്ക് കണ്ടു നോക്കാം. ദേശീയ അവാർഡൊക്കെ കിട്ടാൻ മാത്രം ആ സിനിമയിൽ മികച്ച നവാഗത സംവിധായകനാണ് എന്ന് ഒരാളെ മാർക്ക് ചെയ്യാൻ പാകത്തിനുള്ളത് എന്താണ് ആ സിനിമയിലുള്ളതെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടു നോക്കാം. പക്ഷേ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് വെച്ച് തീർച്ചയായും നമ്മളെ തിയേറ്ററിലേക്ക് എത്തിച്ചിട്ടില്ല. മികച്ച ജനപ്രിയ ചിത്രം കൽക്കി 2898 AD ആ സിനിമയാണ്. തെലുങ്കിലാണ് സിനിമയ്ക്ക് പുരസ്കാരം കിട്ടുന്നത്. എല്ലാ ഭാഷയിലും അത് ഡബ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തെലുങ്കാണ് അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് സിനിമ. ടെക്നിക്കലി ഒരു വെൽമെയ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ. അതേപോലെ തന്നെ ഇവിടുത്തെ ഇതിഹാസ കഥകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഒരു നല്ല കഥയാക്കി അവതരിപ്പിക്കുക, അതിൻ്റെ ഒരു ഫ്യൂച്ചർ സ്റ്റേജ് കാണിക്കുക എന്നുള്ളത് ഓഫ് കോഴ്സ് കോപ്പിഡികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, നിറച്ചുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ജൂറി ഇന്ത്യൻ സിനിമകൾ ആണ് ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് അവർ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടി വരുന്നില്ലായിരിക്കും. എന്തായാലും കൽക്കിക്ക് മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. മികച്ച കുട്ടികളുടെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് തെലുങ്കിലെ 35 ചിന്ന കഥ കാതു എന്ന് പറയുന്ന സിനിമയാണ്. ഇതൊരു ചെറിയ കഥയല്ല എന്നാണ് ആ സിനിമയുടെ
പേര്. തീർച്ചയായിട്ടും ഈ സിനിമ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര ജൂറി അവകാശപ്പെട്ടത് കേരളത്തിൽ നിന്നും മികച്ച കുട്ടികൾക്കുള്ള സിനിമ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികളെ നിങ്ങൾ കാണുന്നില്ല എന്നൊക്കെയാണ്. അപ്പോൾ ദേശീയ ചലച്ചിത്ര ജൂറി മികച്ച കുട്ടികളുടെ ചിത്രമായ ഒരു സിനിമയെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു പഠിക്കണം അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ സിനിമ കണ്ടു നോക്കും. ആൻഡ് ദേശീയ സാമൂഹിക മൂല്യങ്ങളുള്ള മികച്ച ചിത്രം അത് തമിഴിൽ ക്യാപ്റ്റൻ മില്ലറിനാണ് പോയിട്ടുള്ളത്. ധനുഷിൻ്റെയാണ് ക്യാപ്റ്റൻ മില്ലർ. അതൊരു കാലഘട്ടത്തിലെ കഥയായിട്ട് ഒരു പീരീഡ് ഡ്രാമ എന്നുള്ള രീതിയിലായിരുന്നു. അതിനകത്ത് ഒരുപാട് പൊളിറ്റിക്കൽ സാധനങ്ങളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സാമൂഹിക മൂല്യം എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ ഈവൻ ഇന്നും നിലനിൽക്കുന്ന ഐത്താചാരങ്ങളെ, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം ദളിതർ മേൽജാതിക്കാരുടെ അമ്പലത്തിൽ കയറി എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇന്നും കാണുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും സാമൂഹിക പ്രസക്തിയുള്ള ഒരു സിനിമ തന്നെയായിട്ട് നമുക്ക് ക്യാപ്റ്റൻ മില്ലറിനെ വിലയിരുത്താവുന്നതാണ്. മികച്ച ചിത്ര സംയോജനത്തിനുള്ളത് ആർ കലൈവണ്ണനാണ് അവാർഡ് കിട്ടിയത് അമരൻ എന്ന് പറയുന്ന സിനിമയിൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമരൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണ് ഒരു പട്ടാളക്കാരന് നേരെ. അത് നാട്ടിലിരിക്കുന്ന ഒരു ബന്ധുവിനെ സംബന്ധിച്ച് അതെങ്ങനെയാണ് ഫീൽ ചെയ്യുക എന്നുള്ളത് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ഞാൻ പറയുന്നത് എഡിറ്റിങ്ങിന് ഇതല്ലാതെ വേറെ സിനിമകൾ ഇല്ലായിരുന്നു എന്ന് പറയുന്ന അങ്ങനെയല്ല പറയുന്നത്. അവാർഡ് കൊടുത്തിട്ടുള്ളൊരു സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഗംഭീര സാധനമാണ് പറയുന്നത്. സായ് പല്ലവി ഫോൺ ചെയ്യുകയാണ്, അപ്പുറത്തെ സൈഡിൽ അറ്റാക്ക് നടക്കുകയാണ്. ആ ഫോൺ ചെവിയിൽ വെച്ചിട്ട് ഇവരിതിങ്ങനെ കേൾക്കുകയാണ്. അപ്പം നമ്മളെ ഈ അറ്റാക്ക് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ ഇമോഷൻ നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എഡിറ്റിങ്ങിൽ ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കമൻറ്റബിൾ ആയിട്ടുള്ളൊരു വർക്കാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർഹിച്ച കരങ്ങളിലേക്ക് അവാർഡ് പോകുന്നു എന്നുള്ള രീതിയിൽ തന്നെ നമുക്കതിനെ കാണാം. മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം കിട്ടുന്നത് ഭ്രമയുഗത്തിൻ്റെ ഛായാഗ്രഹകനായിട്ടുള്ള ഷെഹനാദ് ജലാലിനാണ്. തീർച്ചയായും അതൊരു വളരെ, ഞാനതിനെ നോക്കി കാണുന്നത് ഭയങ്കര ടഫായിട്ടുള്ളൊരു ടാസ്ക്കാണ്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റ്, അതിൻ്റെ കോൺട്രാസ്റ്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റിൽ ചെറിയൊരു കാര്യം വന്നാൽ ആ ഇമേജ് അങ്ങ് ഫ്ലാറ്റായി പോയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ആ ഫീൽ കിട്ടില്ല. അതിനകത്ത് ഹൊറർ എന്ന് പറയുന്ന ഒരു സാധനം അവർ വർക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ കളറും ചോരയൊക്കെ കാണിച്ച് ഡിസ്റ്റർബ് ചെയ്യിച്ച് നമ്മളെ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ സിനിമയ്ക്ക് പറ്റില്ല. അങ്ങനൊരു സ്ഥലത്ത്, അതും നമ്മുടെ ഈ നാടോടി കഥകളിലൊക്കെ കേട്ട് പഴകിയിട്ടുള്ള കഥകളും സാഹചര്യങ്ങളും ചാത്തനും യക്ഷിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ തീവ്രതയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു. അത് ഷെഹനാദ് ജലാൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മികച്ച തിരക്കഥ സുകുമാരനാണ്. പുഷ്പ 2 ദ റൂൾ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന് മുൻപ് പുഷ്പയ്ക്ക് അവാർഡ് കൊടുക്കുന്ന നമ്മുടെ അല്ലു അർജുൻ ആയിരുന്നു. അദ്ദേഹത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു. അതിനുശേഷം പുഷ്പ 2 വരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാണ് ഇത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിലേക്ക് എത്തുന്നത് എന്നുള്ളത്. അതും അതിൻ്റെ തിരക്കഥയിലേക്കൊക്കെ നോക്കിയിട്ട് ആക്രാന്തം പിടിച്ച പുഷ്പയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതിൽ ഏത് ഫാക്ടറിലാണ് അവരതൊക്കെ കൂടി ഒന്ന് പറയുകയായിരുന്നെങ്കിൽ. ഈ സീൻ കണ്ടപ്പോഴാണ് ഈ സിനിമയുടെ തിരക്കഥയിൽ ഞങ്ങൾ നമിച്ചു പോയതെന്ന് പറയുന്ന ഒരു ശക്തനായ വില്ലനോ മറ്റോ ഒരു കാര്യവും ഇല്ലാതെ റാൻഡമായിട്ടൊരു കൊള്ളക്കാരൻ്റെ കഥ പറയുന്നു. അല്ലു അർജുനെ ഒന്ന് സന്തോഷിപ്പിച്ച് നമ്മുടെ പാർട്ടിയിലേക്ക്, ഞാൻ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ, അങ്ങനെയൊക്കെ വിമർശകർ പറയുന്നുണ്ട്. അപ്പോൾ ആ സന്തോഷിപ്പിക്കലിൻ്റെ ഭാഗത്തിന് അപ്പുറത്തേക്ക് ഇതിനകത്ത് എന്ത് പ്രസക്തിയാണ് പുഷ്പ 2-ലുള്ളതെന്ന് എനിക്കറിയില്ല. ഓഫ് കോഴ്സ് ഒരുപാട് കളക്ഷൻ നേടിയിട്ടുള്ള സിനിമയാണ്. ആ കളക്ഷനിലേക്ക് അത് എത്തുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു ദേശീയ ചലച്ചിത്ര പുരസ്കാരം എന്ന് പറയുമ്പോൾ ഇതിലും മികച്ച രീതിയിൽ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ഇവിടെ അവാർഡ് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്കത് ഈ ഒരു കാര്യം കണ്ടപ്പോൾ പറയാൻ തോന്നിയിട്ടുള്ളത്. ആൻഡ് മികച്ച തിരക്കഥ അഡാപ്റ്റഡ് മറാത്തിയിൽ സ്വരഗന്ധർവ സുധീർ ഫഡ്കെ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കിട്ടിയത്. യോഗേഷ് ദേശ്പാണ്ഡെക്കാണ് ആ പുരസ്കാരം കിട്ടുന്നത്. മികച്ച സംഭാഷണം ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയിലൂടെ വെങ്കി അറ്റ്ലൂരി സ്വന്തമാക്കിയിട്ടുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകുന്നു. അപ്പം അതിനകത്ത് ഡയലോഗ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെയാണ് ആളുകളെ നമുക്ക് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുക. ഒരുപാട് ടെക്നിക്കൽ ജാർഗൺസ് ഒന്നും കാണിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമൊക്കെയാണ് ആ സിനിമയിൽ വരുന്നത്. അപ്പോൾ അവിടെ ഡയലോഗ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അർഹിച്ചൊരു പുരസ്കാരമായിട്ട് നമുക്ക് വിലയിരുത്താം. മികച്ച സംഗീത സംവിധാനം ശാശ്വത് സച്ദേവിനാണ് കിട്ടുന്നത് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന സിനിമയിലൂടെ. പിന്നെ മികച്ച സംഗീത സംവിധാനം പശ്ചാത്തല സംഗീതത്തിന് കിട്ടുന്നത് അമരൻ എന്ന സിനിമയിലൂടെ GV പ്രകാശ് കുമാറിനാണ്. മികച്ച ഗായിക, അവിടെയാണ് മലയാളികൾക്ക് ഏറ്റവും അധികം സന്തോഷിക്കാൻ പറ്റുന്ന ARM എന്ന് പറയുന്ന സിനിമയിലെ പാട്ടിലൂടെ വൈക്കം വിജയലക്ഷ്മി സ്വന്തമാക്കിയിട്ടുള്ളത്. വൈക്കം വിജയലക്ഷ്മിയുടെ ശബ്ദം ആ പാട്ടിന് കൊടുത്തിട്ടുള്ള ഒരു ജീവൻ, അതിനെക്കുറിച്ചാണ് ലൈവിൽ അവർ സംസാരിച്ചതെന്ന്. ആക്ച്വലി അവാർഡ് പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ ഹെഡ്ഫോൺ വെച്ചിട്ട് വേറെ കുറച്ച് ജോലികളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കേൾക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് യെസ്, ആ പാട്ട് ഇപ്പോഴും കേൾക്കുന്ന സമയത്ത് അവർ കൊണ്ട് ലാൻഡ് ചെയ്യുന്നിടത്തുനിന്ന് ഉയർന്ന് ആ സാധനമൊക്കെ വരുമ്പോഴേ അതൊരു ഭയങ്കര ഫീലാണ്. വൈക്കം വിജയലക്ഷ്മിയുടെ ശബ്ദവും ഭാവവും ആ പാട്ടിന് കൊടുക്കുന്ന ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ഗംഭീരമാണ്. തീർച്ചയായും അർഹിച്ചൊരു പുരസ്കാരമായിട്ട് തന്നെ നമുക്കത് വിലയിരുത്താവുന്നതാണ്. മികച്ച ഗായകനുള്ള പുരസ്കാരം കിട്ടുന്നത് ഖരാത് ഗണപതി എന്ന് പറയുന്ന സിനിമയിലൂടെ മറാത്തിയിൽ അഭയ് ജോധ്പൂർക്കറിനാണ് കിട്ടുന്നത്. മികച്ച നൃത്ത സംവിധാനം സ്ത്രീ 2 എന്ന് പറയുന്ന സിനിമയിലേക്കാണ് പോയിട്ടുള്ളത്. ശബ്ദമിശ്രണം ഭൂൽ ഭുലയ്യ 3ക്കാണ് കിട്ടുന്നത്. മാനസ് ചൗധരിയാണ്, ഹിന്ദി സിനിമയാണ്.
ഞാൻ ഈ ഭൂൽഭുലയ്യ സീരീസിലെ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഈ പുരസ്കാരമൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ജംപ് സ്കെയർ പരിപാടി എന്നുള്ളതിനപ്പുറത്തേക്ക് ശബ്ദത്തിൻ്റെ വർക്ക് എന്നുള്ളത് ജസ്റ്റ് ഒരു ജംപ് സ്കെയർ പരിപാടി എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സിനിമകളിലൊക്കെ മറ്റെന്താണ് വർക്കാവുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുറച്ചും കൂടി നല്ല കാരണങ്ങൾ പറയാമായിരുന്നു എന്നാണ് എനിക്കതിൽ ഫീൽ ചെയ്തത്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ കൽക്കിയാണ് കിട്ടുന്നത്, നിതിൻ സിഹാനി ചൗധരിക്ക്. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് കമ്മിറ്റി കർലു എന്ന് പറയുന്ന സിനിമയിലൂടെ പി രവികുമാറാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമ നമ്മൾ കണ്ടിട്ടില്ല, അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയുന്നു, നമുക്കിതിൽ വിയോജിപ്പുകൾ ഉണ്ടാവും. ഇതിൽ ചില സാധനങ്ങൾ പൊളിറ്റിക്കൽ ബാലൻസിങ് അല്ലേന്ന് തോന്നും. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ സിനിമയ്ക്കോ എന്ന് പറയുന്ന പോലെ ഫീൽ ചെയ്യും. അതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ പുരസ്കാരങ്ങൾ നമ്മുടെ രാജ്യം ഏൽപ്പിച്ചിട്ടുള്ള ജൂറിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് കിട്ടിയിട്ടുള്ള ആളുകൾ അർഹരാണ്. അവരെ നമ്മൾ അർഹതയില്ലാത്തവർ എന്ന് പറഞ്ഞ് ലേബൽ ചെയ്യല്ല. ഇതിൽ ഇന്ന കാര്യം കൂടി ഇതിനിടയിൽ കളിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ചെറിയ സംശയം, അതാണ് നമ്മളിടുന്നത്. കമ്മിറ്റി കുർലു എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ല, തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കാം. മികച്ച വസ്ത്രാലങ്കാരം പുഷ്പ 2 ദീപാലി നൂർ, ശീതൾ ശർമ്മ എന്നിവർ ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നു. മികച്ച ബാലതാരം അതീഷ് എസ് സെട്ടിയാണ് മിഥ്യ എന്ന് പറയുന്ന സിനിമയിൽ തന്നെയാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം പോയിട്ടുള്ളത്. മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരവും അവിടെ പോകുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ കാണണം. കാരണം ഒന്നിലധികം ഇത്രയും പെർഫോമൻസുകൾ ആ സിനിമയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഒരു സിനിമാ സ്നേഹി എന്നുള്ള നിലയ്ക്ക് കാണേണ്ടതല്ലേ. അത് കഴിയുമ്പോൾ മികച്ച ബാലതാരം ഒരാളും കൂടി ഉണ്ട്, 2 പേർക്കാണ് അവാർഡ് കിട്ടുന്നത്. അരുൺ ദേവ് പൊത്തുല എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, ചിന്ന കഥ കാതു എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയെ തന്നെയാണ് മികച്ച കുട്ടികൾക്കുള്ള ചിത്രമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമകളൊക്കെ ഇനി എത്രയും പെട്ടെന്ന് തപ്പിയെടുത്ത് കാണണം. മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും അതൊരു ഗംഭീര സിനിമ തന്നെയാണ്. സമകാലിക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ വളരെ ശക്തമായി, അതൊരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് എല്ലാവരും ആക്ടിവിസ്റ്റ് ആവില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഞാനൊരു ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ലേബലിലേക്കും വരില്ല. പക്ഷേ നിത്യജീവിതത്തിൽ നമ്മളൊക്കെ പല കാര്യങ്ങളോടും പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൽ പോരടിക്കുന്ന ആക്ടിവിസത്തിൻ്റെ ഒരു ടൈറ്റിൽ ആരും കൊടുക്കാത്ത ഒരു പോരാളിയുടെ കഥ പറയുന്ന, അല്ലെങ്കിൽ ഒരുപാട് പോരാളികളുടെ കഥ പറയുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫെമിനിച്ചി ഫാത്തിമ ഫീൽ ചെയ്തിട്ടുള്ളത്. മികച്ച ഹിന്ദി സിനിമ ശ്രീകാന്ത് എന്ന് പറയുന്ന സിനിമയാണ്. മികച്ച തമിഴ് സിനിമ രായനാണ്. അത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു അവാർഡ് കൊടുപ്പായിപ്പോയി. കാരണം എത്ര ഗംഭീര സിനിമകൾ ഇറങ്ങിയിട്ട് നിങ്ങൾ രായൻ എന്തിനാണ് കൊടുത്തത്? അതൊരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് പടം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്ത് എന്ത് ഫാക്ടറാണുള്ളത്? എനിക്ക് ഫീൽ ചെയ്യുന്നത് മിക്കവാറും റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി അവളെ റേപ്പ് ചെയ്തിട്ടുള്ള ആളെ കൊല്ലുന്നു, സഹോദരൻ്റെ സഹായത്തോടു കൂടി അവൾ കൊല്ലുകയാണ്, വളരെ ഭീകരമായിട്ട് കൊല്ലുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് മറ്റേ ഭദ്രകാളി ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. വേറെ എന്താണ് അതിനകത്ത് ഒരു ആർട്ട് എന്ന് പറയാൻ മാത്രമുള്ളതെന്ന് എനിക്കറിയില്ല. ധനുഷിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണോ എന്ന് പോലും സംശയം തോന്നുന്ന പോലെ തോന്നിപ്പോയി. കാരണം മെയ്യഴകന് ജൂറിയുടെ പ്രത്യേക പരാമർശമേ ഉള്ളൂ, അതും സൗണ്ട് മിക്സിംഗിലാണ്. മെയ്യഴകൻ തമിഴ് സിനിമ കണ്ടിട്ടുള്ള, സൗത്ത് ഇന്ത്യൻ സിനിമ കണ്ടിട്ടുള്ള, ഇന്ത്യൻ സിനിമ കണ്ടിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അത് അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. നമ്മൾ ഈ അമരനൊക്കെ പറയുമ്പോഴും അതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്, അതിൻ്റെ ഒരു തീവ്രതയുണ്ട്, ടെക്നിക്കൽ സൈഡിൽ ഗംഭീരമായിട്ട് എടുക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ മെയ്യഴകൻ ഒരു ഗംഭീര സിനിമയാണ്. അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ സ്പെഷ്യൽ മെൻഷൻ കൊടുത്തിട്ട് മെയ്യഴകൻ്റെ ആ ഒരു സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നമ്മളും റിവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ കാർത്തിക് കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ യുദ്ധം മുഴുവൻ കേൾക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് അവതരിപ്പിക്കുക എന്ന് പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ദാറ്റ്സ് ഗുഡ്. ആ അവാർഡ് അർഹിക്കുന്നത് തന്നെയാണ്. പക്ഷേ അതിലും വലിയ പുരസ്കാരം മെയ്യഴകൻ അർഹിച്ചിരുന്നു. അറ്റ്ലീസ്റ്റ് രായനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴെങ്കിലും മെയ്യഴകൻ ഒരു മികച്ച സിനിമയ്ക്കുള്ള തമിഴ് സിനിമയ്ക്കുള്ള പുരസ്കാരം അർഹിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നി. ജൂറിയോടൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ചോദിക്കണമെന്നുണ്ട്, മെയ്യഴകൻ എന്തിൻ്റെ ബേസിലാണ് രായനേക്കാൾ പുറകിൽ പോയത്? പെർഫോമൻസിൻ്റെ ആണോ? ഒരിക്കലും അങ്ങനെ ഒരാളും പറയില്ല. പാട്ടുകളിലാണോ, മ്യൂസിക് സൈഡിലാണോ, അതിൻ്റെ സൗണ്ടിങ്ങിലാണോ, സ്ക്രിപ്റ്റിങ്ങിലാണോ, ഇമോഷൻസിലാണോ, സാമൂഹിക കാര്യങ്ങളെ ഡീൽ ചെയ്തിട്ടുള്ളതിലാണോ, ജനപ്രിയതയിലാണോ, എന്തിൻ്റെ ബേസിലാണ് മികച്ച തമിഴ് സിനിമ എന്ന് പറയുന്ന കാറ്റഗറിയിൽ രായനേക്കാൾ പുറകിലേക്ക് മെയ്യഴകൻ പോയതെന്നുള്ളത് എനിക്ക് ഒരു തരത്തിലും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പോട്ടെ, അവർക്ക് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടാവും. തെലുങ്കിലെ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം കിട്ടുന്നത് കമ്മിറ്റി കുറുലു എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. മികച്ച കന്നഡ ചിത്രം മിഥ്യയാണ്. മറാഠി ചിത്രം മുക്കം പോസ്റ്റ് ബോംബിൽവാടി എന്ന് പറയുന്ന സിനിമയാണ്. മികച്ച ബംഗാളി ചിത്രം ചൽചിത്ര എഖോ എന്ന് പറയുന്ന സിനിമയാണ്. മികച്ച ഒഡിയ ചിത്രം ലഹാരിയാണ്. മികച്ച ഗുജറാത്തി ചിത്രം മാരനാണ്. മികച്ച മണിപ്പൂരി ചിത്രം സുനിതയാണ്. മികച്ച കൊങ്ങിണി ചിത്രം മോഗ് അസും എന്ന് പറയുന്ന സിനിമയാണ്. ആൻഡ് പ്രത്യേക പരാമർശം സുരേഷ് ജി, സൗണ്ട് മിക്സിംഗ് മെയ്യഴകൻ. അതിലെനിക്ക് മെയ്യഴകൻ്റെ പുരസ്കാരത്തിൽ മാത്രമാണ് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വൈ? അതേപോലെ തന്നെ പുഷ്പ 2 മികച്ച തിരക്കഥയായിട്ട് മാറുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ പുറകിലുള്ള വളരെ ശക്തമായിട്ടുള്ള പൊളിറ്റിക്സിനെ കുറിച്ച് വലിയ ചർച്ചകൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ അല്ലാതെയും നിങ്ങൾക്ക് അത്തരം ചർച്ചകൾ കാണാൻ പറ്റും. ആരെ സന്തോഷിപ്പിക്കാനായിരിക്കാം എന്നൊക്കെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേ
നമ്മുടെ ഇതിനു മുമ്പുള്ള അറിവ്, പിന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പല ആളുകളുടെയും രാഷ്ട്രീയ ചായ്വുകൾ, അവർ സിനിമയിലും സിനിമയ്ക്ക് പുറത്തും സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രൊപ്പഗൻഡ, ഇതിനെയൊക്കെ നോക്കി കാണുമ്പോൾ ഇതിനെയൊക്കെ സന്തോഷിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ടെക്നിക്കലി പെർഫോമൻസ് വൈസ് പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ജനങ്ങളെ ശരിക്കും അവരുടെ ആസ്വാദന നിലവാരത്തിന് മുകളിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ മികച്ച സിനിമ എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിന് അപ്പുറത്തേക്ക് പൊളിറ്റിക്സ് കടന്നു പോയിട്ടില്ല എന്ന് ആർക്കായാലും സംശയം തോന്നും. നിങ്ങൾ ഇവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ എടുത്തതല്ലേ എന്ന് സ്വാഭാവികമായും എനിക്കും ചില പുരസ്കാരമൊക്കെ കേട്ട് ഞാൻ ഞെട്ടി എന്ന് തോന്നിപ്പിച്ച അങ്ങനത്തെ പുരസ്കാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചില സിനിമകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല, അത് സ്വാഭാവികമായും സംഭവിക്കാറുള്ളതാണ്. പക്ഷേ കൊമേഴ്ഷ്യലി ഹിറ്റാക്കാൻ വേണ്ടി ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഹിറ്റാകും എന്ന് പറഞ്ഞ് കൊട്ടിക്കൊഴിച്ചിറക്കിയ സിനിമ പോലും പൊട്ടിയതിന് ശേഷം അതിന് പുരസ്കാരം കിട്ടുന്നു, ദേശീയ ചലച്ചിത്ര അവാർഡ് കിട്ടുന്നു എന്ന് പറയുന്നത് വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്ന് വൈക്കം വിജയലക്ഷ്മിക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരമാണ്. ആൻഡ് ഏറ്റവും പ്രിയങ്കരനായ മമ്മൂക്ക, അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, മികച്ച നടനുള്ള പുരസ്കാരങ്ങൾ നേടുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ അമിതാഭ് ബച്ചനോടൊപ്പം ഈക്വലായിട്ട് ആ ഒരു റെക്കോർഡിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുള്ളത് മമ്മൂക്കയാണ്. ഈ മമ്മൂക്കയാണോ ലാലേട്ടനാണോ എന്നൊക്കെയുള്ള ഡിസ്കഷൻ നടക്കുമ്പോൾ നമ്മളവിടെ ഒരു പേര് കൂടി മെൻഷൻ ചെയ്യണമെന്ന് എനിക്കുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളതിൽ വേറൊരാൾക്കും ആ റെക്കോർഡ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്നത് ഡോക്ടർ KJ യേശുദാസ് ആണ്. കാരണം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അത്രയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും അവാർഡ് വെച്ച് കിട്ടിയാൽ പോലും ഇനി ഒരു നടനോ നടിക്കോ അല്ലെങ്കിൽ മറ്റൊരു ആർട്ടിസ്റ്റിനോ അത് കിട്ടാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. അത്രയും തവണ അദ്ദേഹം പുരസ്കാരം നേടിയിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലും ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദികളിലും ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ള മലയാളി അത് മമ്മൂക്കയാണ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ എടുക്കുമ്പോൾ അമിതാഭ് ബച്ചനുമായിട്ട് അത് ഷെയർ ചെയ്യുന്നുണ്ട്. മമ്മൂക്കയല്ലേ ആൾ, അടുത്ത കൊല്ലോ അതിൻ്റെ അടുത്ത കൊല്ലോ ഒക്കെ ആയിട്ട് പുള്ളി അത് തിരിച്ചു പിടിച്ചോളും. അതിനുള്ള സിനിമകൾ ഇറക്കി അങ്ങേരിങ്ങനെ അർമാദിച്ച് നടക്കുകയാണ്. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം. അതിനോടൊപ്പം ചില പുരസ്കാരങ്ങൾ കിട്ടിയതിൽ കൊടുത്തതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ നമ്മൾ കണ്ട സിനിമയുണ്ട്, കാണാത്ത സിനിമയുണ്ട്. പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.